നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എൽബ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണ്. നമ്മുടെ പല കസ്റ്റമേഴ്സിനും അറിയില്ല മൈക്ക പ്രസ്സിങ് അല്ലെങ്കിൽ ലാമിനേറ്റ്, വിനീർ ഇതൊക്കെ ഒരു പ്ലൈവുഡിലോ MDF പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പ്രസ്സിങ് പ്രോസസ്സാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതായത് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു അവസരത്തിൽ ഇത് പൊളിഞ്ഞു പോരാനൊക്കെ ഇടവരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫുൾ മെഷീൻ പ്രസ്സിങ് യൂണിറ്റാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, ഇനി ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ സജഷൻ വീഡിയോസാണ്, ഇതുപോലുള്ള സജഷൻ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യുക. അതുപോലെ അല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൽബ ഇൻറ്റീരിയേഴ്സിനുള്ളിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് ബ്രോയാണ് അപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം അജയ്. നമ്മുടെ എൽബ ഇൻറ്റീരിയേഴ്സ്, അല്ലെങ്കിൽ അതിന് മുൻപേ എൽബയ്ക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കോട്ടയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, ഏറ്റുമാനൂരാണ്. എന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? ഒരു 4.5 വർഷത്തോളമായി നമ്മൾ ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ എൽബ ഇൻറ്റീരിയേഴ്സ് എന്ന പേരിൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ട്. എങ്ങനെയാണ് ഈ ലാമിനേഷൻ പ്രസ്സിങ് എന്താണ്? ആക്ച്വലി പ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ചെയ്യാം? പ്രസ്സിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് കൺവെൻഷണൽ രീതിയിൽ നമുക്ക് പണ്ട് മുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കയിൽ പ്ലൈ അല്ല ഏതെങ്കിലും ബോർഡിൻ്റെ മേളിൽ നമ്മൾ SRO അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിച്ച് അതിൻ്റെ മേളിൽ മൈക്ക കട്ട് ചെയ്തിട്ട് വെക്കുക, അതിൻ്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള രീതിയിൽ പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് കോൾഡ് പ്രസ് അല്ലെങ്കിൽ ഹോട്ട് പ്രസ്. ഇതുപോലെ 2 പ്രസ്സിങ് മെഷീൻസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോർഡ്, അതായത് 8x4 സൈസ് ബോർഡ് കംപ്ലീറ്റ്ലി മെഷീനിൽ പ്രസ് ചെയ്ത് 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഈ 2 മെഷീൻസിലും ചെയ്യുന്നത്. 2 മെഷീൻസിനും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രസ്സിങ് രീതിയും ഉപയോഗിക്കുന്ന ഗ്ലൂവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം കോൾഡ് പ്രസ്സിലാണെങ്കിൽ ഒരു 4 to 6 hours ആണ് അതിൻ്റെ ബോണ്ടിങ് ടൈം എടുക്കുന്നെങ്കിൽ ഹോട്ട് പ്രസ്സിൽ നമുക്ക് 2 minutes 3 minutes കൊണ്ട് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ വരും. അതെ, ഈ ഹോട്ട് പ്രസ് കോൾഡ് പ്രസ് പറഞ്ഞല്ലോ. അതെ, നമുക്കിപ്പോൾ അഡ്വൈസബിൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത് കോൾഡ് പ്രസ്സാണ്. പ്ലൈവുഡ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് കൂടുതലും ഈ ഹോട്ട് പ്രസ്സുകൾ അവർ യൂസ് ചെയ്യുന്നത്. ഇതിലേതാണ് ബെറ്റർ? അതായത് ലാമിനേഷൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ലാമിനേഷൻ പ്രസ് ചെയ്യുമ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ, അപ്പം അജയ് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിലാണ് കൂടുതലും ഈ ഹോട്ട് പ്രസ്സുകൾ ഉപയോഗിക്കുന്നത്. ഹോട്ട് പ്രസ്സുകളിൽ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രേഡ് പ്ലൈവുഡും ചിലപ്പം ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. ഒരു ഗ്രേഡിന് താഴോട്ടുള്ളതും ഹയർ ഗ്രേഡുകൾ മാത്രമാണ് ചിലപ്പം ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ബോണ്ടിങ് ചിലപ്പം 100% പെർഫെക്റ്റ് ആകണമെന്നില്ല ഹീറ്റ് വരുന്ന സമയത്ത്. നേരെ മറിച്ച് കോൾഡ് പ്രസ് ആണെങ്കിൽ ഏത് റേഞ്ചിലുള്ള പ്ലൈവുഡും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏത് തിക്നെസ് ഉള്ളതാട്ടെ, ഏത് ക്വാളിറ്റിയിലുള്ളതാട്ടെ നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കോൾഡ് പ്രസ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിങ് നമുക്ക് ഇപ്പം ചൂട് കൂടുതലുള്ള സമയത്ത് നമുക്ക് 4 മണിക്കൂർ കൊണ്ട് പ്രസ് ആകുന്നുണ്ടെങ്കിൽ, തണുപ്പ് കൂടുതലുള്ള മഴയൊക്കെയുള്ള സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 6 hours മേളിൽ ചിലപ്പം പ്രസ്സിങ്ങിന് ടൈം എടുക്കാം. പലരും ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. കുറച്ച് ഗ്ലൂ കോരി ഒഴിച്ചിട്ട് കുട്ടി ബ്ലേഡിൽ നിന്ന് കൊണ്ട് വടിച്ചു വിടുക, അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു സൈഡിൽ എന്തുമാത്രം ഗ്ലൂ ചെല്ലണം എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ ബോണ്ടിങ് എന്തുമാത്രം കിട്ടുന്നുള്ളത് വരുന്നത്. ഒരു സൈഡ് 8x4 സൈസിൽ 1/2 kg ഗ്ലൂ ആണ് വേണ്ടത്. കോൾഡ് പ്രസ്സിൻ്റെ 1/2 kg ഗ്ലൂ ആണ് വേണ്ടതെങ്കിൽ അത് 2 സൈഡിൽ നിങ്ങൾ വരുമ്പോൾ 1 kg ഗ്ലൂ കറക്റ്റായിട്ട് ചിലവാണ്. അപ്പോൾ അത് ഗ്ലൂ റോളറിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ലോഡിങ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 1/2 kg ലോഡ് ചെയ്ത് ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈവൻ ആയിട്ടുള്ള ഗ്ലൂ സ്പ്രെഡ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. പ്ലൈവുഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കാലിബ്രേറ്റഡ് പ്ലൈവുഡ് ആയിരിക്കത്തില്ല. കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈസും, ഞാൻ പ്രേക്ഷകർക്കായിട്ട് പറയുകയാണ്, എല്ലാ ഏരിയയിലും ഒരുപോലെ തിക്നെസ് വരണമെന്നില്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. MDFലാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വെല്ലുവിളിയാണോ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൈയുടെ ക്വാളിറ്റി വലിയൊരു ഫാക്ടറാണ്. ഞങ്ങളിവിടെ 710 ഗ്രേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 710 ഗ്രേഡ് ചെയ്യുമ്പം നമുക്കൊരു പരിധി വരെയും ഈ കാലിബ്രേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ നമുക്ക് MDF പോലെയോ അല്ലെങ്കിൽ HDF പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോർഡുകൾ പോലെ 100% കാലിബ്രേഷൻ ഒരിക്കലും പ്ലൈയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഒരു പരിധി വരെയും കിട്ടും.
ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ ഈ പറഞ്ഞ രീതി നമുക്കൊരു പരിധി വരെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ സാധാരണ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ടിട്ടുള്ളൊരു സംഗതിയാണ്, പലപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ചെറിയ ബബിൾസ് ഒക്കെ വരിക. നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്താണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്തുവാണ് അതിനായിട്ട്? ഇത് ഒത്തിരി കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബോണ്ടിങ് ടൈമിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ബോണ്ട് ആയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അതിനിപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ 4 സിലിണ്ടർ പ്രസ്സിംഗ് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 സിലിണ്ടർ പ്രസ്സിംഗ് മെഷീൻ ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആയിട്ട് 4 സൈഡിലും അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് കിട്ടും. ഹൈഡ്രോളിക് പ്രസ്സുകളുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോലി ഗ്രാജുവലി കൊടുക്കുന്ന പ്രഷർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. 120 ടണ്ണിൻ്റെ ഹൈഡ്രോളിക് പ്രസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 120 ടൺ നമുക്ക് വൺസ് പ്രസ് ചെയ്യുന്ന സമയത്ത് 120 ടൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ 120 താന്ന് ഒരു 70-ലോ 80-ലോ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. റിലീസ് വരുമ്പോഴത്തേക്ക് ഈ പ്രഷർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എല്ലാ കോൾഡ് പ്രസ്സുകളുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസ്സിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീനാണ്. ഈ ഓട്ടോമാറ്റിക് മെഷീനിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡൗൺ സ്ട്രീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ കുറയുന്നതനുസരിച്ച് ഇത് മെഷീൻ അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പ്രസ്സിംഗ് ടൈമിൽ കിട്ടുന്ന ആ പ്രഷർ ഈവൻ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് പ്രസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ ടൈം മെഷീൻ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4 മണിക്കൂർ അല്ല 6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 6 മണിക്കൂറും ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രഷർ ഈവൻ ആയിരിക്കും, 100% ഈവൻ ആയിരിക്കും. ഇതിനകത്ത് പിന്നെ മെയിൻ എന്ന് പറയുന്നത് പശയാണ്. അതെ, ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന പശകൾ, അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പശകൾ വ്യത്യസ്തമാണ്. ഏറ്റവും ഐഡിയലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗം ഏതാണ്? D2 D3 ഗ്രേഡുകളാണ് ഉപയോഗിക്കുന്നത്. D2 ഗ്രേഡ് ഇതിൻ്റെ ഇച്ചിരി ഒരു കുറഞ്ഞ ഗ്രേഡാണ് ഏറ്റവും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് പർപ്പസിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും D3 ഗ്രേഡ് ഗ്ലൂ ആണ് ഇതിന് വേണ്ടിയിട്ട്, പ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എപ്പോഴും സജസ്റ്റബിൾ ആയിട്ടുള്ളത്. പിന്നെ പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ചിപ്പിങ്, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ചിപ്പിങ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അപ്പം കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലാത്ത കേസുകളിൽ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. നോർമൽ കേസിൽ കസ്റ്റമർ ചിന്തിക്കും ഇപ്പം കൺവെൻഷനായിട്ടൊരു കാർപ്പൻറ്ററെ വിളിച്ചിട്ട് മാനുവൽ കട്ടർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മാനുവൽ കട്ടറും പാനൽ സോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാനൽ സോയ് കട്ട് ചെയ്ത് കഴിയുമ്പം പാനൽ സോ എപ്പോഴും 2 ബ്ലേഡിലാണ് കട്ട് ചെയ്യുക. 2 ബ്ലേഡിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ടോപ്പ് കട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡും ബോട്ടം കട്ട് ചെയ്യുന്ന അടുത്ത ബ്ലേഡിലുമാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചിപ്പിങ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് അത് കട്ടിങ് പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾട്ടൻഡഫ് W8 മെഷീൻ എന്ന് പറഞ്ഞ് സെമി ഓട്ടോമാറ്റിക് പാനൽസോ, നമ്മൾ കട്ടിംഗ് മെഷീൻ കട്ടിംഗ് മെഷീനെയാണ് പാനൽസോ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ്സ് നമ്മൾ ഡിജിറ്റലി എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേപ്പിൽ അളന്നിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം 100% പ്രിസിഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അജയ് ചിലപ്പോൾ ഇടത്തേക്കണ്ണ് അടച്ചു പിടിച്ച് നോക്കുന്നതാണായിരിക്കും, ഞാൻ ചിലപ്പോൾ വലത്തേക്കണ്ണ് അടച്ചു പിടിച്ച് നോക്കും. അപ്പോൾ ഇത് തമ്മിൽ ചിലപ്പോൾ 1 മില്ലി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പം വേരിയേഷൻസ് വരാം. ഇപ്പോൾ ഈ മെഷീനിൽ ഇരിക്കുന്നത് 400 mm ആണ് സ്ക്രീനിൽ ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ കട്ട് ചെയ്യേണ്ടത് അടുത്തത് 650 mm കട്ട് ചെയ്തതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഹെഡ് 650 mm നിൽക്കുന്നത്. നമുക്കിപ്പോൾ കട്ട് ചെയ്യേണ്ടത് 697.4 mm, അതായത് ലെസ് ദാൻ mm ആക്യുറസിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കട്ട് ചെയ്യുമ്പം ആ കറക്റ്റായിട്ടുള്ള കട്ടിങ്ങാണ് അവിടെ കിട്ടുക. അപ്പം ഇത്രയും വരെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എല്ലാ കേസിലും കസ്റ്റമർ ഇത്രയും പ്രിസൈസ്ഡ് ആയിരിക്കത്തില്ല. പക്ഷേ ക്വാളിറ്റി കൺസേൺ ആയിട്ടുള്ള ആൾക്കാർ ഈ കാര്യങ്ങളിൽ വളരെ, ഇപ്പം ആർക്കിടെക്ട്സ് പോലെയുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല നോളജുള്ള കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മളൊരു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, കിച്ചൻ്റെ ബോട്ടത്തിലിരിക്കുന്ന ഷട്ടേഴ്സ്, ഇതിന് ഇപ്പം മേ ബി ഒരു 10-20 ഷട്ടേഴ്സ് കാണും ബോട്ടം സൈഡ് മാത്രം. ഇപ്പം അങ്ങനെ ഇരിക്കുമ്പം അതിൻ്റെ അകത്ത് 1 mm അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയും താഴ്ന്നു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ആ വർക്കിൻ്റെ ക്വാളിറ്റിയിലാണ് അതവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഏത് ആക്ടിവിറ്റിയും നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണോ, നമ്മുടെ ക്വാളിറ്റി ഓഫ് മെഷീൻസ് എങ്ങനെയാണോ, ഇതായിരിക്കും ആ വീട്ടിൽ വരാൻ പോകുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന ഇപ്പോൾ നമ്മുടെ പ്രസ്സിങ് കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എഡ്ജ് ബാൻഡിങ്ങിലോട്ടാണ് വരുന്നത് അല്ലേ? അതെ.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല എഡ്ജ് ബാൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് തന്നെ. എന്ന് വെച്ചാൽ ലാമിനേഷൻ വന്നതിന് വളരെ കുറച്ച് കാലങ്ങളല്ലേ, അതിന് മുന്നേ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാന്നുള്ളൊരു സംവിധാനമായിരുന്നു. അപ്പോൾ എഡ്ജ് ബാൻഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലുപയോഗിക്കുന്ന മെഷീനറീസ്, അതിലൊക്കെ എങ്ങനെയാണ് നമ്മളൊന്ന് കെയർ ചെയ്യുക? അതെ, അപ്പം എഡ്ജ് ബാൻഡിങ് ഇപ്പം അജയ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് ഒട്ടും അവെയർ അല്ലാത്തൊരു കാര്യം. അപ്പോൾ നമ്മൾ പ്രസിങ് കട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് എഡ്ജ് ബാൻഡിങ്. എഡ്ജ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം എക്സ്പോസ് ചെയ്ത് വരുന്ന സൈഡിനെ എങ്ങനെ ബൈൻഡ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലൈവുഡിൻ്റെ സൈഡായിരിക്കും കാണുന്നത്, അതിനെ മാച്ചിങ് കളർ. ഇതിപ്പം ഒരു എഡ്ജ് ബാൻഡ് ചെയ്തിരിക്കുന്ന ഒരു പീസാണ് കാണുന്നത്, രണ്ട് സൈഡും മൈക്ക ഒട്ടിച്ചിട്ട് എഡ്ജ് ബാൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സൈഡ്സിൽ കാണുന്നത് PVC എഡ്ജ് ബാൻഡാണ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ടോപ്പ് ഇത് മൈക്കയാണ്, അതിൻ്റെ ബോട്ടത്തിലും വൈറ്റ് കളർ മൈക്കേജ് കൊടുത്തിരിക്കുന്നു. ഈ സൈഡ്സോടെ വന്നിരിക്കുന്നത് PVC എഡ്ജ് ബാൻഡാണ്. ഇതിൻ്റെ മാച്ചിങ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് മെറ്റീരിയലാണ്, പക്ഷേ ആ സൈഡ്സിൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് സൈഡ്സിൽ ഈ കോർണർ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൗണ്ടിങ് വരും. അല്ലാന്നുണ്ടെങ്കിൽ എഡ്ജസ് ഒക്കെ അപ്പം നമ്മൾ മൈക്ക തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ പഴയ കൺവെൻഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം മൈക്ക തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ ഒട്ടിക്കും. അങ്ങനെ ഒട്ടിക്കുമ്പം വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ഭയങ്കര ഷാർപ്പായിരിക്കും. എഡ്ജ് ഷാർപ്പായിട്ട് ഈവൻ നമുക്ക് കൈ കൊണ്ടാൽ മുറിയുന്ന രീതിയിൽ അത്രയും ഷാർപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കയുടെ ടോപ്പിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന പോർഷൻ ബ്ലാക്ക് കളറായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഇത് ഒട്ടിച്ച് കഴിയുമ്പം ഇതിൻ്റെ ടോപ്പ് ഈ സെയിം കളർ വരുമെങ്കിലും സൈഡ്സോടെ ഒരു ബ്ലാക്ക് കളർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അത് മാത്രമല്ല അവിടെ ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പ് ഫോം ചെയ്യുന്നതിലൂടെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങുകയും ഇത് ഡാമേജ് ആകാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാകുകയും. അപ്പം നേരെ മറിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ഡാമേജുകൾ അവിടെ വരത്തില്ല. ഇതിന് ഉപയോഗിക്കുന്ന ഗ്ലൂവിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഇപ്പം നമ്മൾ D3 ഗ്രേഡ് ഗ്ലൂ ആണ് നമ്മൾ പ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ എഡ്ജ് ബാൻഡ് ഉപയോഗിക്കുന്നത് ഗ്രാന്യൂൾ ഫോമിലുള്ള ഗ്ലൂ ആയിരിക്കും. അതിനെ 200 ഡിഗ്രി സെൽഷ്യസിൽ മെഷീൻ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ BSA J340 എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മെഷീനാണ്. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെഷീൻസ് ഇൻ എഡ്ജ് ബാൻഡിങ്. ഇതേ സെയിം പ്രോസസ്സ് നമുക്ക് വിനീറിലും ചെയ്തെടുത്തൂടെ? തീർച്ചയായിട്ടും. അതിന് ഇതേ പ്രോസസ്സിനാണോ അല്ലെങ്കിൽ ഹീറ്റിന് വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? അല്ല, വിനീർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കൂടുതൽ ഗ്ലൂ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പ്രസ്സിങ്ങിൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും. ബോർഡേലും പ്ലൈവുഡേലും രണ്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂ കൂടുതൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ സാധാരണ മൈക്കേക്കാളും കൂടുതൽ ഗ്ലൂ ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബോണ്ടിങ് പെർഫെക്റ്റ് ആകത്തുള്ളൂ. അതും പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്ജ് ബാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വിനീറിനുള്ള എഡ്ജ് ബാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിപ്പം മൈക്കയിൽ ചെയ്യുന്നത് PVC എഡ്ജ് ബാൻഡ് ആണെങ്കിൽ PVC സെയിം എഡ്ജ് ബാൻഡ് തന്നെ വിനീറിന് ഉപയോഗിക്കാം. പക്ഷേ വിനീറിൻ്റെ എഡ്ജ് ബാൻഡ്സും അവൈലബിൾ ആണ്. എഡ്ജ് ബാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലൂ ആണ് ഇത്. ഗ്രാന്യൂൾ ഫോമിലുള്ള ഗ്ലൂ ആണിത്. ഇപ്പം നമ്മളിപ്പം പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ്. ഇതിന് 200 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് വാട്ടർ പോലെ ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ ഉള്ളൂ പ്രസ്സിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെ, കാണിച്ചു തരാം. മെഷീൻ്റെ ഗ്ലൂ പോട്ടാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു 200 ഡിഗ്രി സെൽഷ്യസിൽ ഇത് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഈ പോർഷനിൽ ഇപ്പോൾ ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള പോർഷനാണിത്. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഗ്ലൂ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഇടുന്ന ഗ്ലൂ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇപ്പം നിലവിൽ ആ കിടക്കുന്ന ഗ്ലൂ മെൽറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇട്ടതാണെങ്കിലും അതിന് ആ സമയം എടുക്കുക അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. അതൊന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പം അത് ഓൾറെഡി ഇപ്പം ആ ഗ്ലൂവിൻ്റെ കൂടെ ചേരും. ഇപ്പം നമ്മളിപ്പം ഈ മെഷീൻ നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാം കണ്ടീഷൻ നിന്നില്ല അതിനെന്തെങ്കിലും പ്രോബ്ലം വരുമോ? ഇല്ല, അതെന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പം വർക്കിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ വർക്ക് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ അത് ഐഡിയലായിട്ട് കിടക്കുമ്പം ഓട്ടോമാറ്റിക്കലി മെഷീൻ വാം കണ്ടീഷനിലോട്ട്, ഇതിപ്പം നിലവിൽ വാം കണ്ടീഷനോട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വാം കണ്ടീഷനോട് പോകും. അപ്പം ഒരു 160-170 ടെമ്പറേച്ചർ ഒരു 150 പ്ലസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇപ്പം ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മില്ലിംഗ് എന്ന് പറയും. പ്രീ മില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാനൽസ് പോയി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം പറഞ്ഞു അത് ചിപ്പിംഗ് ഉണ്ടാകത്തില്ല. ഇൻ കേസ് അത് ചിപ്പിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചിപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റാണ് ഈ പ്രീ മില്ലിംഗ് എന്ന് പറഞ്ഞ സെഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ യൂണിറ്റിലോട്ട് ഇപ്പം നമ്മൾ എഡ്ജ് ബാൻഡ് കാണിച്ചു. എഡ്ജ് ബാൻഡ് ബോർഡ് പാസ് ചെയ്യുമ്പം അതിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഗ്ലൂ. യൂണിറ്റിലോട്ടാണ് ഇത് പാസ് ചെയ്ത് പോവുക. അതാണ് ഈ സെക്കൻഡ് വൺ കാണുന്നത്. പിന്നെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ട്രിമ്മിങ് യൂണിറ്റ്. ഇതിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യൂണിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ട്രിമ്മിങ് യൂണിറ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ കോർണർ റൗണ്ടിങ് യൂണിറ്റ്. അതുപോലെ തന്നെ എഡ്ജ് സ്ക്രാപ്പിംഗ്, ദെൻ വന്നിട്ട് ഗ്ലൂ സ്ക്രാപ്പർ, ദെൻ ഫൈനൽ ബ്രഷിംഗ്.
ഇത് ജസ്റ്റ് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് പാസ് ചെയ്യും. അപ്പോൾ അടുത്തത് വന്നിട്ട് ബോറിംഗ് മെഷീൻ അല്ലേ? അതെ, അതായത് നമ്മുടെ പ്രസ്സിങ്ങിൽ വരുമ്പോഴത്തേക്കും ഏകദേശം അവസാനം ആ റോ മെറ്റീരിയൽ അവസാനം വരുന്നതാണ് ബോറിംഗ് അല്ലേ? അതെ. ഇതൊന്ന് പറയാം. ഈ മെഷീനിൽ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോയിനറി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മിനി ഫിക്സിങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോയിനറി കണക്ട് ചെയ്യുന്ന മെഷീനാണിത്. ഇതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഹോൾസ് ആണ് ഈ മെഷീനിൽ ചെയ്യുന്നത്. കണക്ഷൻ വളരെ എളുപ്പമായിരിക്കും. നമ്മളിത് ജർമ്മൻ സിസ്റ്റം ആണത്. ഇതിൻ്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഹോൾസ് ആണ്. അപ്പം ഈ മെറ്റൽ ടു മെറ്റൽ കണക്ഷനാണ്. ഒരു വെർട്ടിക്കൽ പീസും അടുത്ത ഹൊറിസോണ്ടൽ പീസും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ കണക്ഷനാണ്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. ഇപ്പം നമുക്ക് അറിയാം ഐക്കയുടെ ഫിക്സേഴ്സിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയും. വളരെ ഈസി ആയിട്ട് വീട്ടിൽ സാധനം മേടിച്ചിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ചെയ്യാം. ആ സെയിം ടെക്നോളജി തന്നെ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് അഴിക്കുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ഞാനതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഞാനിപ്പോൾ എൽബ ഇൻറ്റീരിയേഴ്സിൽ വന്നത്. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ് എൽബ ഇൻറ്റീരിയേഴ്സ് എന്ന് മാത്രം പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ സർവീസിനെ കുറിച്ച്, അതായത് പ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സർവീസിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളിവിടെ ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഓൺ വർക്കുകളും അതുപോലെ തന്നെ ജോബ് വർക്കായിട്ട് ചെയ്യുന്നത്. ജോബ് വർക്കായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കൂടുതലും ഇപ്പം ആർക്കിടെക്ട്സും ഇൻറ്റീരിയേഴ്സിനും മാനുഫാക്ചറിങ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കും ഫ്രീലാൻസേഴ്സും കാർപ്പൻറ്റേഴ്സിനും ഒക്കെ നമ്മൾ ഇതുപോലെ ജോബ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൽബ ട്രേഡേഴ്സ് നമ്മൾ 1984 സ്റ്റാർട്ട് ചെയ്തതാണ്. എൽബ ഇൻറ്റീരിയേഴ്സായിട്ട് ഞങ്ങൾ 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ടേൺ കീ ആയിട്ടുള്ള എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം മോഡുലാർ കിച്ചൺ, വാർഡ്രോബ്, കബോർഡ്സ്, പാർട്ടീഷൻസ്, ജിപ്സം സീലിംഗ്, ഫർണിച്ചേഴ്സ് എല്ലാം ഒരു കുടക്കീഴിൽ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഫർണിഷിങ്ങും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇൻറ്റീരിയേഴ്സും കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കാൻ സാധിച്ച കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഒരു സിംഗിൾ പോയിന്റിൽ എല്ലാ പർച്ചേസും കിട്ടും. അതായത് ഓൾ അബൌട്ട് ഇൻറ്റീരിയർ തീർച്ചയായിട്ടും എല്ലാ സംഗതികളും നമ്മുടെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കത് 100% ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൽബ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. എന്തെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. പ്രോഡക്ട്സ് എന്താണെന്ന് പറഞ്ഞു. അവർക്ക് ഇൻറ്റീരിയർ ഫേം ഉണ്ട്. ഇൻറ്റീരിയറിന് ആവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇൻറ്റീരിയർ സേവനം ആവശ്യമാണെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരു മികച്ച വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.